എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 62-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 62. പ്രകൃത്യാ രക്തായസ്തവ സുതതി ദന്തച്ഛതരുജേ പ്രവക്ഷ്യേ സാദൃശ്യം ജനയതു ഫലം വിദ്രുമലത ന ബിംബം തദ്ബിംബ പ്രതിഫലന രാഗാതരുണിതം തുലാമധ്യാരൂഢം കഥമിവ വിലജ്ജേത കലയ. ഒന്നുകൂടെ പറയാം. പ്രകൃത്യാ ആരക്തായ തവ സുദതി ദന്തച്ഛതരുജേ സാദൃശ്യം പ്രവക്ഷ്യേ ജനയതു ഫലം വിദ്രുമലത ന ബിംബം തദ്ബിംബ പ്രതിഫലന രാഗാതരുണിതം തുലാ മധ്യാരൂഢം കഥമവിവ വിലജ്ജേത കലയ. അല്ലയോ സുതതിയായ മഹാദേവി, അല്ലയോ മനോഹരിയായ മഹാദേവി, സ്വഭാവേന തന്നെ ചുവന്നിരിക്കുന്ന നിന്തിരുവടിയുടെ അധരകാന്തിയുടെ സാദൃശ്യത്തെ ഞാൻ പറയാം. ഇവിടെ ദേവിയുടെ അധരത്തെക്കുറിച്ചാണ് പറയുന്നത്. അധരകാന്തിയെക്കുറിച്ചാണ്, അധരത്തിൻ്റെ ശോഭയെക്കുറിച്ചാണ് പറയുന്നത്. സ്വഭാവേന തന്നെ സ്വഭാവേന തന്നെ സ്വാഭാവികമായും ചുവന്നിരിക്കുന്ന നിന്തിരുവടിയുടെ, നിന്തിരുവടി എന്ന് വെച്ചാൽ ദേവിയുടെ അധരകാന്തിയുടെ സാദൃശ്യത്തെ ഞാൻ പറയാം. ഇവിടെ ദേവിയുടെ എന്താ പറയുന്നത്, അധരത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയാണ്. പവിഴക്കൊടി പോലെ സുന്ദരമാണെന്ന് പറയും. പവിഴത്തെ പോലെ സുന്ദരമാണ് എന്ന് പറഞ്ഞാൽ പവിഴക്കൊടി എന്നെങ്കിലും എന്താ പറയുന്നത്, അത് ഒരു ഫലത്തെ തരട്ടെ, അതെന്നെങ്കിലും ഒരു ഫലത്തെ ജനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ദേവിയുടെ അധരകാന്തിയുടെ സാദൃശ്യത്തെക്കുറിച്ച് പറയാം. എന്നാൽ എന്താണ് എന്നാൽ ആ ഫലം ഏത് ഫലം സദൃശ്യമായി തീരും? ദേവിയുടെ ചുണ്ടുകൾ പവിഴക്കൊടി പോലെയാണ് എന്ന് പറയണമെങ്കിൽ പവിഴക്കൊടി എന്നെങ്കിലും എന്ത് തരണം? ഒരു ഫലത്തെ ജനിപ്പിക്കട്ടെ. എന്നാൽ ആ ഫലം സദൃശ്യമായി അങ്ങനെയാണെങ്കിൽ ഈ അധരകാന്തി പവിഴക്കൊടി പോലെയാണെന്ന് പറയാം. ആ അധരബിംബത്തിൻ്റെ പ്രതിഫലനത്താൽ വേറൊന്ന് പറയുന്നത് തൊണ്ടിപ്പഴം പോലെ ചുവന്ന എന്ന് പറയും. ദേവിയുടെ ഈ ചുവപ്പിനെയാണ് പറയുന്നത് പവിഴക്കൊടി പോലെ ചുവന്നതാണ്, പിന്നെ തൊണ്ടിപ്പഴം പോലെ ചുവന്നതാണ് എന്നാണ് പറയുന്നത്. ഇവിടെ ആ രണ്ട് സാദൃശ്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഈ പവിഴക്കൊടി പോലെ ചുവന്നിരിക്കുന്നു അല്ലെങ്കിൽ പവിഴക്കൊടി പോലെ മനോഹരമായിരിക്കുന്നു എന്ന് സാദൃശ്യം പറയണമെങ്കിൽ എന്നെങ്കിലും പവിഴക്കൊടി ഒരു ഫലം തരട്ടെ. എന്നാൽ ആ ഫലം സദൃശ്യമായിരിക്കും. ആ അധരബിംബത്തിൻ്റെ പ്രതിഫലനത്താലുണ്ടായ ചുവപ്പ് നിറത്തോടു കൂടിയ തൊണ്ടിപ്പഴം അംശം കൊണ്ട് പോലും സാമ്യത്തെ പ്രാപിക്കുന്നതിന് എങ്ങനെ തന്നെ ലജ്ജിക്കാതെ ഇരിക്കും എന്ന് പറഞ്ഞാൽ തൊണ്ടിപ്പഴം തന്നെ ലജ്ജിക്കും. കാരണം എന്താ? തൊണ്ടിപ്പഴത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ചുവപ്പ് നിറമല്ല, അത് ദേവിയുടെ ചുണ്ടിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ അധരബിംബത്തിൻ്റെ പ്രതിഫലനം കൊണ്ടാണ്, ആ ദേവിയുടെ ചുണ്ടിൻ്റെ പ്രതിഫലനം കൊണ്ടുണ്ടായ ചുവപ്പ് നിറമാണ് തൊണ്ടിപ്പഴം. അപ്പോൾ തൊണ്ടിപ്പഴം പറയുന്നത് എന്താണ്? തൊണ്ടിപ്പഴം പറയുന്നത് ഒരംശം കൊണ്ട് പോലും ആ ദേവിയുടെ ചുണ്ടുമായിട്ട് സാമ്യത്തെ ഞാൻ പ്രാപിക്കുന്നത് എനിക്ക് നാണക്കേട് തോന്നുന്നു. കാരണം എങ്ങനെ തന്നെ ലജ്ജിക്കാതിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലജ്ജിക്കുക തന്നെ ചെയ്യും. കാരണം ദേവിയുടെ ചുണ്ടിനെ സാമ്യപ്പെടുത്താൻ ഉപമിക്കാൻ ഒന്നും തന്നെ ഇല്ല, ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ദേവിയുടെ ചുവപ്പ് എന്താണ്? സ്വാഭാവികമായിട്ടും ദേവിക്ക് ചുവപ്പ് നിറമുള്ള ചുണ്ടാണ്, നല്ല തിളക്കമുള്ള ചുണ്ടാണ്, പരിശുദ്ധമായ ചുണ്ടാണ്. ആ ചുണ്ടിനെയാണ് എന്താ പറയുന്നത്, പവിഴക്കൊടി പോലെ ചുവന്ന അധരം, അതുപോലെ തന്നെ തൊണ്ടിപ്പഴം പോലെ ഇരിക്കുന്ന ചുണ്ട് എന്നൊക്കെ പറയുന്നെങ്കിൽ ഇതെല്ലാം എന്താണ്? ദേവിയുടെ ആകർഷണമാണിതെല്ലാം. പവിഴക്കൊടിക്കായാലും തൊണ്ടിപ്പഴത്തിനായാലും അവയ്ക്കൊക്കെ കിട്ടിയിരിക്കുന്ന ചുവപ്പ് എന്ന് പറയുന്നത് ദേവിയുടെ അധരബിംബത്തിൻ്റെ, ദേവിയുടെ ചുണ്ടിൻ്റെ പ്രതിഫലനം കൊണ്ടുണ്ടായ ചുവപ്പാണ്. അപ്പം അങ്ങനെ പച്ച നിറമുള്ള വള്ളികൾ തന്നെ ഏറ്റവും ചുവന്ന ഫലത്തെ ജനിപ്പിക്കുന്നു. പിന്നെ ചുവന്ന വള്ളിയായ പവിഴക്കൊടിയുടെ ഫലത്തിൻ്റെ
ആരുണ്യം പറയണമെന്നില്ലല്ലോ. എന്ന് വെച്ചാൽ എന്താ, ഈ പറഞ്ഞ പവിഴക്കൊടിയും എന്താ പറയുന്നത്, പവിഴക്കൊടിയും അതുപോലെ തന്നെ തൊണ്ടിപ്പഴവും തന്നെ ഒരിക്കലും എന്തിന് തുല്യമല്ല? ദേവിയുടെ അധരകാന്തിക്ക് തുല്യമല്ല. ദേവിയുടെ ചുവന്ന അധരത്തിന് ഒരിക്കലും സാദൃശ്യം പറയാൻ പറ്റുന്നതല്ല. കാരണം ഇവയൊക്കെയും തന്നെയും ദേവിയുടെ ചുണ്ടിൻ്റെ പ്രതിഫലനം കൊണ്ട് ചുവപ്പ് നിറമായതാണ്. പ്രകൃത്യാ രക്തായസ്തവ സുതതിദന്തച്ഛതരുജേ പ്രഭക്ഷ്യേ സാദൃശ്യം ജനയതു ഫലം വിദ്രുമലതാ ന ബിംബം തദ്ബിംബ പ്രതിഫലനരാഗാതരുണിതം തുലാമധ്യാരൂഢം കഥമിവ വിലജ്ജേതകലയാ. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.